ബേസിക്കലി ഞങ്ങളുടെ കറണ്ട് ബില്ലൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അറൗണ്ട് 4,000-5,000 ഒക്കെ വരുമായിരുന്നു. അതും നല്ല AC ഒക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് സമ്മർ ടൈമിലൊക്കെ നല്ല ഹൈ ആയിരുന്നു. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടാവും, സോളാറിലോട്ട് കൺവേർട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും. കാരണം അപ്പോഴൊക്കെ ഗ്യാസിൻ്റെയും ഭയങ്കര റേറ്റ് കൂടിയായിരുന്നു. 1 കൊല്ലം മുമ്പായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് മറ്റേ ഇലക്ട്രിക് വണ്ടികളും വന്നുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു സ്വിച്ച് ടു സോളാർ പ്ലാന്റ്. കാരണം നമുക്ക് ഗ്യാസ് കുറേ ലാഭിക്കാം. ഇപ്പം ഞങ്ങൾക്ക് പണ്ട് ഒരു ഇൻഡക്ഷൻ കുക്കർ വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ ഏകദേശം 1.5 മാസത്തോളം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ ഏകദേശം 3 മാസത്തെ അത്രേ വരുന്നുള്ളൂ. കാരണം കംപ്ലീറ്റ്ലി ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കറിലോട്ട് മാറി. സോളാർ പാനൽ വെച്ചതിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഉപയോഗിക്കുന്നോ അത്രയും ലാഭമാണ്. നമ്മളിത് വെച്ചിട്ട് ഉപയോഗിക്കാതെ ഇരിക്കരുത്. സോ എത്ര ഉപയോഗിക്കുന്നു അത്ര ലാഭമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവരെന്തോ 20 കൊല്ലമായിട്ടാണ് വാറൻറ്റി തന്നെ. എന്നാലും നമുക്ക് 15 കൊല്ലെങ്കിലും കിട്ടുമെന്നൊരു അപ്രോക്സിമേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ വെച്ചത് 5 kW ആയിരുന്നു. ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എൻ്റെ റിക്വയർമെൻറ്റ് 3 kW ആയിരുന്നു. സബ്സിഡി കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നല്ലൊരു ഓഫറിലാണ് എനിക്ക് ഇവർ വാങ്ങിച്ചു തന്നത്. കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരുന്നു മൂപ്പൻസിൻ്റെ അപ്രോച്ച്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരെ സെലക്ട് ചെയ്തത്. ഞങ്ങൾക്കിപ്പോൾ ഏകദേശം 5 kW വെച്ചിട്ടും ഏകദേശം ഒരു 3.4 kW ഈൽഡ് കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് പ്രിറ്റി ഗുഡ്. കാരണം ഇവിടെ KSEBയിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരും പറഞ്ഞു 3.4 കിട്ടിയതിൻ്റെ അത്യാവശ്യം നല്ലതായിരിക്കുന്നു. അത്രയും ക്വാളിറ്റിയിൽ വെച്ചുകൊണ്ടാണ് അത്ര കിട്ടാറുള്ളൂ. പിന്നെ ഇവൻ്റെ എഞ്ചിനീയേഴ്സ് കുറേ ഹെൽപ്പ് ചെയ്തായിരുന്നു. എങ്ങനെയൊക്കെ വെക്കണ്ടേ, എവിടെ വെക്കണ്ടേ, നമുക്ക് സ്റ്റാൻഡ് വേണോ വേണ്ടയോ, അങ്ങനെയൊക്കെ നല്ല എക്സ്പേർട്ട് ഒപ്പീനിയൻ ഇവർ തന്നെ പറഞ്ഞു തരും. അങ്ങനെ നല്ല അസിസ്റ്റൻസ് എനിക്ക് കിട്ടിയായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്ത് അവന് എനിക്കൊന്ന് 5 kW വെച്ചേക്കണേ. ഒരു 2-3 പേര് ഇൻഫ്ലുവൻസ് ആയി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മുമ്പിൽ കൂടെ പോണവർ പലവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ്, ലാഭമാണോ. കാരണം അവർക്കും അറിയില്ല ഇതിനെക്കുറിച്ച് എക്സാക്ട്ലി. നമ്മളെന്തിനാ ഇത്രയും വലിയ എമൗണ്ട് ഇപ്പം കൊടുക്കണേ, അത് നമുക്ക് നഷ്ടമല്ലേ. കാരണം ഫ്യൂച്ചറിൽ ഒരു 10 കൊല്ലം 15 കൊല്ലം കഴിയുമ്പോൾ അപ്പോഴത്തെ ഇലക്ട്രിസിറ്റി വാല്യൂ ഭയങ്കര ഹൈ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ പണ്ട് ഒരു സബ്സിഡി ഉള്ളപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്തത്. പണ്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ 3,000-4,000 ബില്ല് വന്നിരുന്നു. ഇപ്പോൾ ഒരു ബില്ലും വരുന്നില്ല. അതിൻ്റെ ഏറ്റവും മിനിമം എനിക്ക് തോന്നുന്നു മീറ്ററിൻ്റെ റെൻറ്റ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ. അറൗണ്ട് 200 rupees പെർ മന്ത്. അത് മാത്രമേ വരുന്നുള്ളൂ. ഇതുവരെയായിട്ടും 1 കൊല്ലമായിട്ട് എനിക്ക് ഒരു ബില്ലും വന്നിട്ടില്ല. ഞങ്ങൾ മാക്സിമം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പണ്ടൊക്കെയാണെങ്കിൽ കുറച്ച് പിശുക്കിയൊക്കെയാണ് ഉപയോഗിക്കാറ്. അടുത്തത് എന്തായാലും വാങ്ങണമെങ്കിൽ ഇലക്ട്രിക് വാഹനേ വാങ്ങുള്ളൂ. കാരണം നമ്മളിത് എത്ര ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അത്രയും നമ്മൾ കൊടുത്ത കാശ് തിരിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇവരൊരു സമയം പറയുന്നത്. ഇത്രയും വർഷം കഴിഞ്ഞാൽ 2-5 വർഷം കഴിയുമ്പോൾ നമുക്ക് ആ എമൗണ്ട് തിരിച്ചിട്ടു എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം ബോധ്യത്തോടെയാണ് ഇത് വെച്ചത്. സോളാറിൻ്റെ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത്. ആപ്പ് നമുക്ക് നല്ലതാണ്. കാരണം റിയൽ ടൈമിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം നോട്ടിഫൈ ചെയ്യും. എന്തെങ്കിലും നമ്മുടെ കറണ്ട് പോവേ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാന്റിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നോട്ടിഫൈ ചെയ്യും. നമുക്ക് ഒരു ദിവസം എത്ര ഈൽഡ് കിട്ടണമെന്ന് പറയും. സ്റ്റാറ്റിസ്റ്റിക്സിനകത്തുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. ഇതുവരായിട്ടൊരു പ്രശ്നമൊന്നുമില്ല. ബേസിക്കലി ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവൻ്റെ സർവീസ് നല്ലതാണ്. ഇതുവരായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ ഹാപ്പിയാണ്. ആസ് എ കസ്റ്റമർ 1 കൊല്ലത്തോളം ഐ എം വെരി ഹാപ്പി.